ഒരു തിളക്കമാർന്ന അഭിമാനകരമായ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എറണാകുളം ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, മതേതര കാംക്ഷികളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ, വികസന കാംക്ഷികളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന്, UDF കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ നൽകിയ വലിയ സ്നേഹ സ്വീകരണം. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു, ഒരു MP എന്നുള്ള രീതിയിൽ ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം പോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുമെന്നുള്ളത്. ഏതായാലും ജനങ്ങൾ ആ പ്രഖ്യാപനത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച്, പോകുന്ന പോളിങ്ങിൻ്റെ രീതി അനുസരിച്ച്, എണ്ണുന്ന രീതി അനുസരിച്ച് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മുഴുവൻ എറണാകുളത്തെ വോട്ടർമാരോടും സഹപ്രവർത്തകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വലിയ പ്രഖ്യാപനമാകും. കേരളത്തിൻ്റെ ഒരു സെക്യുലർ ടർഫിൽ നിന്നുകൊണ്ട് BJPയുടെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ കൂടിയിട്ടുള്ള, കാരണം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തത് തുടങ്ങി എല്ലാ ജനകീയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടായിരുന്നു വിജയം ഉണ്ടാവുമെന്നതിനപ്പുറം ഒരു തിളക്കമാർന്ന ഏറ്റവും വലിയ ചരിത്ര വിജയത്തിലേക്ക് എറണാകുളം കടക്കും. എറണാകുളത്തിൻ്റെ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി അത് മാറുമെന്നുള്ളത്. കേരളത്തിൽ പുറത്തു വരുന്ന മറ്റ് സീറ്റുകളിലുള്ള വാർത്ത അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം തന്നെ വന്ന വാർത്തകൾ അത് ശരിവെക്കുന്ന പല റിസൾട്ടുകളും വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഒരു അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. പല കേസുകളും സംബന്ധിച്ചിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ ഫോർമുല ഉത്തരവാദിത്തപ്പെട്ട CPM BJP നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ചർച്ചകളെല്ലാം ആ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതുകൊണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ബഹുഭൂരിപക്ഷം വരുന്ന കേരള ജനത, ഇന്ത്യയിലെ മതേതര കാംക്ഷികളായിട്ടുള്ള ആളുകൾ ഇന്ത്യ സഖ്യത്തോടൊപ്പവും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കും ഒപ്പം നിലയുറപ്പിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അല്ല, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് BJP കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കരുത് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ BJPയുടെ മുന്നേറ്റം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിന് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു മുന്നേറ്റം, ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ ആ മുന്നേറ്റം നമ്മളെ നിരാശപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. അല്ല, ഞാൻ വ്യക്തിപരമായി ആരെക്കുറിച്ചും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു ആളുടെ വ്യക്തിപ്രഭാവം വളരെ
ഉയർന്നു നിൽക്കുന്നതാണ് എങ്കിൽ, അവർക്ക് അത്രയും വലിയ സ്വാധീനമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ അവർ വിജയിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ മാറിപ്പോയത് കൊണ്ട് ഒരു പാർലമെൻറ്റ് മണ്ഡലം പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും ഞങ്ങൾ കരുതുന്നില്ല. ഒരു ചലനവും അതിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരുപാട് ഫാക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടി തീർച്ചയായിട്ടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അത് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അതിനെക്കുറിച്ചിട്ടുള്ള വളരെ ഔദ്യോഗികമായ വാർത്തകൾ അവർ പറയുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആ മുന്നേറ്റം ഞങ്ങളെല്ലാം നിരാശപ്പെടുത്തുകയും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയാണ്.